പക്ഷേ അതറിയുന്ന ആളുകൾക്കല്ലേ, കണ്ടെത്താനുള്ള കഴിവുള്ളവർക്കല്ലേ അങ്ങനെ ഒരു മാർഗമുള്ളത്. ഒരു പ്രസിദ്ധനായ എഞ്ചിനീയർ, അദ്ദേഹത്തിന് ഒരു ബിൽഡിംഗ് നിർമ്മിക്കണം. അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ പ്ലാൻ ഉണ്ടാക്കാം, സ്വന്തമായി അതിന് വേണ്ട എല്ലാ ഫൗണ്ടേഷനും എന്ത് വേണമെന്ന് പറയാം, മുഴുവനും നിർദ്ദേശിക്കാം, മറ്റൊരാൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും ആകാം. ഒരു പ്രസിദ്ധനായ ഡോക്ടർ, ആ ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ രോഗം വേണമെങ്കിൽ കണ്ടെത്താം, അദ്ദേഹത്തിന് തന്നെ മരുന്ന് നിർദ്ദേശിക്കാം. അത് സ്വയം തന്നെ പഠിച്ച് മനസ്സിലാക്കി കഴിവുള്ളവരാണ്. എന്നാൽ ഡോക്ടർ ആകാത്തവനോ എഞ്ചിനീയർ ആകാത്തവനോ, അതിന്റെ ആ എഞ്ചിനീയർക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റൂലേ? വീടുണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? ഉണ്ടാക്കി തീരുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളിലാവും, ഉണ്ടാക്കി കഴിയുന്നതിന് മുമ്പ് ബിൽഡിങ്ങിന്റെ അടിയിലാവും. അതുപോലെ ഡോക്ടർ ആകാത്തവൻ, ഞാനും ഡോക്ടറാണ്, അയാൾക്ക് പറ്റുമെങ്കിൽ എനിക്കും പറ്റൂലേ എന്ന് പറഞ്ഞു വന്നാലോ മരുന്ന് കുടിച്ച് കഴിയുമ്പോഴേക്ക് കബർ കുഴിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രകൃതി നിയമമാണ്. അറിവുള്ളവന് സ്വന്തം കണ്ടെത്താൻ കഴിയും. അതിന് ഉപകരണങ്ങൾ വേണ്ടത് വേണം, ഉപകരണം വേണം. വരക്കണമെങ്കിൽ ഉപകരണം വേണം, ഡോക്ടർമാർക്ക് വേണം, ഒരുപാട് സ്കാനിങ് വേണം, അതൊക്കെ ഉപകരണം വേണം. ഉപകരണം ഇല്ലാത്തവൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? അതും കാര്യമില്ല. നന്നായി പഠിച്ചിട്ടുണ്ട്, ഒരു സ്കാനും ഇല്ല, ഒരു ഉപകരണമില്ല, പഠിച്ചിട്ടുണ്ട്, മതിയാവില്ല, ഉപകരണം വേണം. എന്നാൽ ഇസ്ലാമിന്റെ വിഷയം കണ്ടെത്താനുള്ള ഏറ്റവും വലിയ ഉപകരണം എന്താണ്? അത് അപാരമായ ബുദ്ധിയാണ്. ആ ബുദ്ധി ഇമാമിങ്ങൾക്കുള്ളതുപോലെ അതിന്റെ പിൻതലമയിൽ ആർക്കും കിട്ടിയിട്ടില്ല. അവിടെ നിങ്ങൾ എത്ര ഖുർആനിലായത്ത് കമ്പ്യൂട്ടറിൽ കയറ്റിയാലും, എത്ര ഹദീസ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ വെച്ചാലും, ശാഫി ഇമാമിന്റെ ബുദ്ധി എവിടെ? അബൂ ഹനീഫയുടെ ബുദ്ധി എവിടെ? മാലിക് ഇമാമിന്റെ ബുദ്ധി എവിടെ? അഹ്മദ് ഇബ്നു ഹംബലിന്റെ ബുദ്ധി എവിടെ? അവർക്ക് അത്തരത്തിലുള്ള ബുദ്ധിയൊന്നും ഇല്ല എന്ന് ചിലപ്പോ നമ്മളെ വലിയ ബുദ്ധിമാനായ മൗലവി പറഞ്ഞെന്ന് വരാം. പക്ഷേ അയാളെ ബുദ്ധി ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് തെളിയിച്ചു തരും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. സഹോദരന്മാരെ, മൂപ്പർക്ക് വല്ലാത്ത ബുദ്ധിയാ. നമ്മളെ മൗലവി എന്നെ ഗണ്ണിക്കുന്നുണ്ട്. എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു ഇത് കരയുദ്ധമാണ്. മൂപ്പർ ആദ്യമായിട്ട് വെക്കുന്ന ക്ലിപ്പതാ, കരയുദ്ധമാണ്. അപ്പൊ മൂപ്പര് പറയാ, അപ്പൊ ഇതുവരെ നിങ്ങൾ വെള്ളത്തിലാണ് എന്ന് മനസ്സിലായി. അത് നിങ്ങളൊന്ന് കേട്ടോളൂ, എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം. ഒരൽപ്പം ഭീഷണി സ്വരത്തിൽ മുസ്ലിയാര് പറയുകയാണെന്ത്, ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? കരയുദ്ധമാണ്. മുസ്ലിയാരത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്, ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. അപ്പോ ഇതുവരെ മൂപ്പര് വെള്ളത്തിലായിരുന്നു. മൗലവിന്റെ വിവരം കണ്ടില്ലേ? മൗലവി മനസ്സിലാക്കിയ കരയുദ്ധം എന്ന് പറഞ്ഞാല് കുറെ പട്ടാളക്കാർ കടലിലിറങ്ങുക, എന്നിട്ട് കടലിൽ നിന്ന് കുറെ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോ കരക്ക് കയറിയിട്ട് പിന്നെ ഒരു തോർത്തോട്ട് തലയിലൊന്ന് തോർത്തി എന്നിട്ട് യുദ്ധം തുടങ്ങുക. അതിന്റെ പേരാ കരയുദ്ധം എന്നാണ് മൂപ്പര അറിയുന്നത്. വല്ലാത്ത വിവരമുള്ള മൗലവിയൊക്കെ നാദാവത്ത് ഷാർജയെന്ന് പ്ലെയിനിന് വരുന്നതല്ലേ. കരയുദ്ധം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വ്യത്യാസം കിടന്നിട്ട് പിന്നെ കരക്ക് കയറിയിട്ട് തോർത്തുകൊണ്ടും ഒക്കെ ഒന്ന് തോർത്തി എന്നിട്ട് നടന്ന യുദ്ധത്തിനാണോ മൗലവി കരയുദ്ധം എന്ന് പറയാ? ഖുർആനോ നിങ്ങൾക്കറിയില്ല, ഹദീസ് നിങ്ങൾക്കറിയില്ല, ഇജ്മാ നിങ്ങൾക്കറിയില്ല, ഖിയാസ് നിങ്ങൾക്കറിയില്ല, ഇബാറത്ത് നിങ്ങൾക്കറിയില്ല, ഒന്നും അറിയില്ല. പിന്നെ മലയാളത്തിൽ കരയുദ്ധം എന്ന് എന്തിനാ പറയാന്ന് അതും അറിയില്ല. വല്ലാത്ത ബുദ്ധിയും വിവരവുമാണ് കേട്ടോ മൗലവിക്ക്. വല്ലാത്ത ബുദ്ധിയാ. ഒരു സ്ഥലത്ത് മൗലവി പ്രസംഗിക്കുന്നത്, ജനങ്ങളെ, നമ്മുടെ ഉപ്പാപ്പമാരെ ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല, നമ്മളെ മുൻഗാമികളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. മുൻഗാമികളെ സ്വീകരിക്കുന്നതാണെങ്കിൽ പിന്നെ കുട്ടികളെ എന്തിനാ മദ്രസയെ പറഞ്ഞേക്കുന്നു? ഇപ്പൊ ചോദിക്കുക, ഉപ്പാപ്പാന്റെ ഇരുന്ന് കണ്ടങ്ങ് പഠിച്ചാൽ പോരെ. അപ്പൊ മുജാഹിദീങ്ങളൊക്കെ മദ്രസയെ കുട്ടികൾ പറഞ്ഞേക്കുന്നത് എന്തിനാണ്? ബാപ്പ പഠിപ്പിച്ചതല്ലാത്തത് പഠിപ്പിക്കാൻ, ഉമ്മ പഠിപ്പിച്ചതല്ലാത്തത് പഠിപ്പിക്കാൻ, വീട്ടിൽ നിന്ന് നടക്കുന്ന ഒന്നും അല്ലാത്തൊരു പരിപാടി പഠിക്കാനാണ് മുജാഹിദീകൾ മദ്രസയെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വെച്ചോട്ടോ മോനെ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം മനസ്സിലാക്കാനുള്ള മാർഗമാണ്. ഇസ്ലാം മനസ്സിലാക്കേണ്ടത് നാട്ടിലെ ഭൂരിപക്ഷത്തെ നോക്കിയിട്ടല്ല, നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ടല്ല, എന്റെ ബാപ്പയും എന്റെ ഉപ്പാപ്പയും എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ബാപ്പയും ഉപ്പാപ്പയും ചെയ്തത് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പകർത്തിയാൽ മതി. നമ്മൾ ഇന്ന് വേറെ ഒരു മദ്രസയിലേക്ക് പോകേണ്ടതില്ല. മനസ്സിലായില്ലേ? അപ്പൊ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ചത് അതിനുവേണ്ടിയല്ല മദ്രസയിൽ പോകുന്നത്. അപ്പോ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ,
ഒരു കുട്ടി മുജാഹിദിന്റെ മദ്രസയിൽ വന്നിട്ട് ഉസ്താദ് എന്ത് ചെയ്തു പറഞ്ഞാൽ പഠിപ്പിക്കും. എന്താണ്? നമസ്കാരം 5 നേരം ഫർളാണ്. അപ്പൊ ഈ കുട്ടി അത് പഠിക്കാൻ വേണ്ടി ഞാൻ വന്നില്ല. ഞാനിപ്പം വീട്ടിൽ നിന്ന് വന്നില്ല 5 നേരം നിസ്കരിക്കുന്നത്. വീട്ടിൽ നിന്ന് പഠിക്കാനല്ല ഞാനിവിടെ വന്നത്. ഞാൻ ഹുസൈൻ സലഫിന്റെ പ്രസംഗം കേട്ടതാണ്. നാദാവത്ത് ലോകത്താകെ പോയിട്ട് ഇയാൾ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ടെന്ന്. വീട്ടിൽ നിന്ന് പഠിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മദ്രസയിൽ പോകുന്നത് എന്തിനാണ്? വീട്ടിൽ നിന്ന് പഠിച്ചല്ലാത്ത വേറൊരു ആശയം പഠിക്കാനാണ്. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരമുള്ള ഭർത്താനെ എന്നോട് പറയണ്ട. ഈ കുട്ടീനോട് ഉസ്താദേ, അല്ല മോനെ, 5 നേരത്തെ നിസ്കാരം മുസ്ലിമേക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് എന്റെ ബാപ്പ വീട്ടിൽ നിസ്കരിക്കും. ബാപ്പ പഠിക്കാൻ മദ്രസയിൽ വരണ്ടില്ല എന്ന് മൗലവി പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എല്ലാ മുജാഹിദ് മദ്രസയും പൂട്ടണ്ടേ? വല്ലാത്ത ബുദ്ധിയാണ് കേട്ടോ. ഇനിയിപ്പോ ഈ മൗലവി ഷാഫി ഇമാമിനെക്കാളും ബുദ്ധിയുള്ള ആളാണ്, അബൂ ഹനീഫയേക്കാൾ ബുദ്ധിയുള്ള ആളാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇയാളെ ബുദ്ധി ഒന്ന് ചൂണ്ടിക്കാണിച്ചത്.